ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. ആദ്യത്തെ ചോദ്യം, കിഴക്കൻ ജെറുസലേം ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന പാലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസി ഇസ്രായേൽ ജനതയുടെ ഭീഷണിയെ തുടർന്ന് തൽക്കാലത്തേക്ക് പ്രവർത്തനം അവസാനിപ്പിച്ചു. ഏജൻസിയുടെ പേര് UNRWA, UNRWA, യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഫോർ പാലസ്തീൻ റെഫ്യൂജീസ്. കിഴക്കൻ ജെറുസലേം ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന പാലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസി ഇസ്രായേൽ ജനതയുടെ ഭീഷണിയെ തുടർന്ന് തൽക്കാലത്തേക്ക് പ്രവർത്തനം അവസാനിപ്പിച്ചു. ഏജൻസിയുടെ പേര് UNRWA. എന്താണ് UNRWA? UNRWA, യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഫോർ പാലസ്തീൻ റെഫ്യൂജീസ്. യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഫോർ പാലസ്തീൻ റെഫ്യൂജീസ്. ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിൽ UNRWA ജീവനക്കാർക്ക് പങ്കുണ്ടെന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു. ഇതേ തുടർന്ന് US അടക്കമുള്ള രാജ്യങ്ങൾ സഹായധനം നിഷേധിച്ചതിനാൽ ഏജൻസി വലിയ പ്രതിസന്ധിയിലായിരുന്നു. അപ്പോൾ കിഴക്കൻ ജെറുസലേം ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന പാലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസി ഇസ്രായേൽ ജനതയുടെ ഭീഷണിയെ തുടർന്ന് തൽക്കാലത്തേക്ക് പ്രവർത്തനം അവസാനിപ്പിച്ചു. ഏജൻസിയുടെ പേര് UNRWA, UNRWA, യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഫോർ പാലസ്തീൻ റെഫ്യൂജീസ്. UNRWA, യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഫോർ പാലസ്തീൻ റെഫ്യൂജീസ്. അടുത്ത ചോദ്യം, 25ാമത് പത്മപ്രഭാ പുരസ്കാരം നേടിയതാര്? റഫീഖ് അഹമ്മദ്. 25ാമത് പത്മപ്രഭാ പുരസ്കാരം 25ാമത് പത്മപ്രഭാ പുരസ്കാരം നേടിയതാര്? റഫീഖ് അഹമ്മദ്. ആരാണ്? റഫീഖ് അഹമ്മദ്. 25ാമത് പത്മപ്രഭാ പുരസ്കാരം നേടിയതാര്? റഫീഖ് അഹമ്മദ്. ഇവിടെ 25ാമത് പത്മപ്രഭാ പുരസ്കാരം നേടിയതാര്? റഫീഖ് അഹമ്മദ്. 75,000 രൂപയും പത്മരാഗക്കല്ല് പതിപ്പിച്ച ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 25ാമത് പത്മപ്രഭാ പുരസ്കാരം നേടിയതാര്? റഫീഖ് അഹമ്മദ്. അടുത്ത ചോദ്യം, ഉത്തര കൊറിയയിൽ കിം കുടുംബത്തിന്റെ ആധിപത്യം ഊട്ടിയുറപ്പിക്കാൻ യത്നിച്ച ആശയപ്രചാരകൻ അടുത്തിടെ അന്തരിച്ചു. ആരാണ്? കിം കിനാം. ഉത്തര കൊറിയയിൽ കിം കുടുംബത്തിന്റെ ആധിപത്യം ഊട്ടിയുറപ്പിക്കാൻ യത്നിച്ച ആശയപ്രചാരകൻ അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേര് കിം കിനാം. കിം കിനാം. ഉത്തര കൊറിയയിൽ കിം കുടുംബത്തിന്റെ ആധിപത്യം ഊട്ടിയുറപ്പിക്കാൻ യത്നിച്ച ആശയപ്രചാരകൻ അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേര് കിം കിനാം. ഉത്തര കൊറിയയുടെ സ്ഥാപക നേതാവ് കിം ഇൽസും മകൻ കിം ജോങ് ഇൽ, അദ്ദേഹത്തിന്റെ മകൻ കിം ജോങ് ഉൻ എന്നീ 3 തലമുറകൾക്കൊപ്പം പ്രവർത്തിച്ചു. ഹിറ്റ്ലറുടെ ആശയപ്രചരണ മന്ത്രിയായിരുന്ന ജോസഫ് ഗീബൽസിനോടാണ് കിം കിനാമിനെ ദക്ഷിണ കൊറിയ ഉപമിച്ചിരുന്നത്. കിം കിനാം ഉത്തര കൊറിയയുടെ ഗീബൽസ് എന്നറിയപ്പെട്ടു. അപ്പോൾ ഉത്തര കൊറിയയുടെ ഗീബൽസ് ആരാണെന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? കിം കിനാം. അടുത്ത ചോദ്യം, 2024 ലോക മാതൃദിനം എന്നായിരുന്നു? മെയ് 12. 2024 ലോക മാതൃദിനം എന്നായിരുന്നു? മെയ് 12. എന്താണ്? 2024 ലോക മാതൃദിനം എന്നായിരുന്നു? മെയ് 12. മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ് മാതൃദിനം ആഘോഷിക്കുന്നത്. മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ് മാതൃദിനം ആഘോഷിക്കുന്നത്. 2024 ലോക മാതൃദിനം എന്നായിരുന്നു? മെയ് 12. മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ് മാതൃദിനം ആഘോഷിക്കുന്നത്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയെന്ന സ്വന്തം റെക്കോർഡ് തിരുത്തി 29ാം തവണ കൊടുമുടിയുടെ നെറുകയിലെത്തിയത് കാമിറിത ഷെർപ്പ. കാമിറിത ഷെർപ്പ. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയെന്ന സ്വന്തം റെക്കോർഡ് തിരുത്തി 29ാം തവണ കൊടുമുടിയുടെ നെറുകയിലെത്തിയത് കാമിറിത ഷെർപ്പ. 1994 കാമിയുടെ ആദ്യ എവറസ്റ്റ് ആരോഹണം. 1994 കാമിയുടെ ആദ്യ എവറസ്റ്റ് ആരോഹണം. അടുത്ത ചോദ്യം, 2024 ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഫോർ എക്സലൻസ് നേടിയ ചലച്ചിത്ര നടൻ ജഗതി ശ്രീകുമാർ. 2024 ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഫോർ എക്സലൻസ് നേടിയ
ചലച്ചിത്ര നടൻ ജഗദീഷ് ശ്രീകുമാർ. 2024 ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഫോർ എക്സലൻസ് നേടിയ ചലച്ചിത്ര നടൻ ജഗദീഷ് ശ്രീകുമാർ. 50,000 രൂപയും കീർത്തിപത്രവും ഫലകവും അടങ്ങുന്ന അവാർഡ് ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ആണ് ജഗതിയുടെ വസതിയിലെത്തി സമർപ്പിച്ചത്. 2024 ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഫോർ എക്സലൻസ് നേടിയ ചലച്ചിത്ര നടൻ ജഗദീഷ് ശ്രീകുമാർ. അടുത്ത ചോദ്യം, 70 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഇംഗ്ലണ്ട്. 70 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഇംഗ്ലണ്ട്. 70 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഇംഗ്ലണ്ട്. ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 11 വരെ നടക്കുന്ന മുതിർന്ന പൗരന്മാരുടെ ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയെ നയിക്കുന്നത് പാലക്കാട് സ്വദേശിയായ ഹേമചന്ദ്രൻ നായരാണ്. ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 11 വരെ നടക്കുന്ന മുതിർന്ന പൗരന്മാരുടെ ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയെ നയിക്കുന്നത് പാലക്കാട് സ്വദേശിയായ ഹേമചന്ദ്രൻ നായരാണ്. 70 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഇംഗ്ലണ്ട്. ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 11 വരെ നടക്കുന്ന മുതിർന്ന പൗരന്മാരുടെ ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയെ നയിക്കുന്നത് പാലക്കാട് സ്വദേശിയായ ഹേമചന്ദ്രൻ നായരാണ്. അടുത്ത ചോദ്യം, ഇറാനിലെ തന്ത്രപ്രധാനമായ ഏത് തുറമുഖത്തിന്റെ 10 വർഷത്തേക്കുള്ള നടത്തിപ്പ് ചുമതലയാണ് അടുത്തിടെ ഇന്ത്യ ഏറ്റെടുത്തത്? ചബഹാർ ഷാഹിദ് ബെഹെഷ്തി തുറമുഖ ടെർമിനൽ. ഇറാനിലെ തന്ത്രപ്രധാനമായ ഏത് തുറമുഖത്തിന്റെ 10 വർഷത്തേക്കുള്ള നടത്തിപ്പ് ചുമതലയാണ് അടുത്തിടെ ഇന്ത്യ ഏറ്റെടുത്തത്? ചബഹാർ ഷാഹിദ് ബെഹെഷ്തി തുറമുഖ ടെർമിനൽ. ചബഹാർ ഷാഹിദ് ബെഹെഷ്തി തുറമുഖ ടെർമിനൽ. ഇറാനിലെ തന്ത്രപ്രധാനമായ ഏത് തുറമുഖത്തിന്റെ 10 വർഷത്തേക്കുള്ള നടത്തിപ്പ് ചുമതലയാണ് അടുത്തിടെ ഇന്ത്യ ഏറ്റെടുത്തത്? ചബഹാർ ഷാഹിദ് ബെഹെഷ്തി തുറമുഖ ടെർമിനൽ. ചബഹാർ ഷാഹിദ് ബെഹെഷ്തി തുറമുഖ ടെർമിനൽ. ചബഹാർ ഷാഹിദ് ബെഹെഷ്തി തുറമുഖ ടെർമിനൽ. ഇറാനിലെ തന്ത്രപ്രധാനമായ ഏത് തുറമുഖത്തിന്റെ 10 വർഷത്തേക്കുള്ള നടത്തിപ്പ് ചുമതലയാണ് അടുത്തിടെ ഇന്ത്യ ഏറ്റെടുത്തത്? ചബഹാർ ഷാഹിദ് ബെഹെഷ്തി തുറമുഖ ടെർമിനൽ. ഇതിന്റെ ഫാക്ട്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമായാണ് ഇന്ത്യ ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കുന്നത്. ചൈന പാക് സാമ്പത്തിക ഇടനാഴിയെയും അറബിക്കടലിലെ ചൈനയുടെ സാന്നിധ്യത്തെയും നേരിടാൻ ചബഹാർ തുറമുഖം ഇന്ത്യക്ക് സഹായകരമാകും. പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിന്റെ വികസനം ചൈന ഏറ്റെടുത്തത് അറബിക്കടലിൽ സാന്നിധ്യം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ചബഹാറിൽ നിന്ന് 72 കിലോമീറ്റർ അകലെയാണ് ഗ്വാദർ തുറമുഖം. അപ്പോൾ ഇറാനിലെ തന്ത്രപ്രധാനമായ ഏത് തുറമുഖത്തിന്റെ 10 വർഷത്തേക്കുള്ള നടത്തിപ്പ് ചുമതലയാണ് അടുത്തിടെ ഇന്ത്യ ഏറ്റെടുത്തത്? ചബഹാർ ഷാഹിദ് ബെഹെഷ്തി തുറമുഖ ടെർമിനൽ. ആദ്യമായാണ് ഇന്ത്യ ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കുന്നത്. ചൈന പാക് സാമ്പത്തിക ഇടനാഴിയെയും അറബിക്കടലിലെ ചൈനയുടെ സാന്നിധ്യത്തെയും നേരിടാൻ ചബഹാർ തുറമുഖം ഇന്ത്യക്ക് സഹായകരമാകും. പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിന്റെ വികസനം ചൈന ഏറ്റെടുത്തത് അറബിക്കടലിൽ സാന്നിധ്യം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ചബഹാറിൽ നിന്ന് 72 കിലോമീറ്റർ അകലെയാണ് ഗ്വാദർ തുറമുഖം. അടുത്ത ചോദ്യം, 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ വർഗീസ് കോശി. 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ വർഗീസ് കോശി. 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ വർഗീസ് കോശി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.